ഹലോ, ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ടെർബോ എങ്ങനെയുണ്ട് എന്നുള്ളതാണ് ആദ്യ പ്രദർശനത്തിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിഗംഭീരം എന്നുള്ളത് തന്നെയാണ്. മമ്മൂട്ടിയുടെ കൊടൂരമായിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് ഈ സിനിമയിൽ കാണുന്നത്. ഒരു നടനിൽ നിന്ന് താരത്തിലേക്ക് ചേക്കേറിക്കൊണ്ട് മമ്മൂട്ടിയുടെ അഴിഞ്ഞാട്ടം എന്ന് തന്നെ പറയാം. സിനിമ അതിഗംഭീരം എന്നുള്ളതാണ് ആദ്യ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എക്സ്ട്രീം പോസിറ്റീവ് എന്നുള്ള ലെവലിലാണ് നമുക്ക് ആദ്യ പകുതിയെക്കുറിച്ച് പറയാനുള്ളത്. ഇവിടെ വേരിയേഷൻസോട് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയുന്ന സിനിമ പക്ക ഒരു ഫാമിലി ഡ്രാമ കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അടിപ്പെരുന്നാൾ പള്ളിപ്പെരുന്നാൾ കിടുക്കനാണ് എന്നുള്ളത് തന്നെയാണ്. ഒരു കാര്യം പറയാം, ഇപ്പോൾ സമീപകാലത്ത് ഇറങ്ങിയ എല്ലാ സിനിമകളെയും കടത്തി വെട്ടുന്നു മമ്മൂട്ടി സിനിമ എന്ന് തന്നെ പറയാം. മമ്മൂട്ടി കമ്പനി ചെയ്തു വെച്ചിരിക്കുന്ന ഈ ഒരു പ്രൊജക്റ്റ് ഗ്യാരണ്ടീഡാണ്. ചുമ്മാതല്ല മമ്മൂട്ടി ഇമാതിരി ഒരു കൊലമ്മ സാധനം ഇറക്കിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്താണേലും ആദ്യ പകുതി ഇൻട്രോ ഒക്കെ സിമ്പിളായിട്ട് തന്നെ കാര്യങ്ങൾ വരുന്നു, പക്ഷേ തിയേറ്റർ ഇളകി മറിയുന്നു എന്ന് തന്നെ പറയാം. അടി ഒരു രക്ഷയും ഇല്ലാത്ത റേഞ്ചിലേക്ക് പോകുന്നു. ഗംഭീരമെന്ന് തന്നെ പറയാം. ഇനിയും നമുക്ക് അടുത്ത പകുതി കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് മികച്ച രീതിയിലേക്ക് പോകും എന്നുള്ളത് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും സിനിമ ഒരു രക്ഷയുമില്ലാത്ത കൊടൂര സംഭവം എന്ന് തന്നെ പറയാം. എക്സ്ട്രീം റേഞ്ചിലാണ് നിൽക്കുന്നത്. അതെ, ഈ 73 വയസ്സുകാരൻ്റെ അഴിഞ്ഞാട്ടമാണ് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയാനുള്ളത്. എന്താണെങ്കിലും ഫാൻസിനെ അർമാദിക്കാനുള്ള വകുപ്പായി, അതുപോലെ തന്നെ മലയാളികൾക്ക് കൊഴിപ്പിക്കാനുള്ള ഒരു അവസരവുമായി. അതെ, മലയാള സിനിമയിലും ഇമാതിരി കൊലത്തൂക്ക് തൂക്കാൻ പോകുന്ന ഒരു ഐറ്റം ഉണ്ട് എന്നുള്ളത് തെളിഞ്ഞിരിക്കുന്നു. അതെ, ടെർബോ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ തന്നെ ഗംഭീരമായിട്ട് വരുന്നു. നമുക്ക് കാത്തിരിക്കാം. സെക്കൻഡ് ഹാഫ് കഴിയുന്നതോടെ നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളായിട്ട് വരാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണം. ഗ്രേറ്റ് മീഡിയാസ്.